യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനം കുടുംബമാണ്. സഭയുടെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. മാതാപിതാക്കന്മാരും മക്കളും ഒന്നിച്ചേരുമ്പോഴാണ് കുടുംബം രൂപപ്പെടുന്നത്. കുടുംബത്തിൻ്റെ ശിഥിലീകരണം, കുടുംബത്തിൻ്റെ തകർച്ചകൾ സഭയെയും സമൂഹത്തെയും ഒക്കെ ഒത്തിരിയേറെ ബാധിക്കുന്നുണ്ട്. ഒത്തിരിയേറെ തകർന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഡിവോഴ്സ് കേസുകൾ, വിവാഹമോചനത്തിന്റെ കേസുകൾ, വിവാഹ ജീവിതമൊക്കെ അവസാനിപ്പിച്ചവര്, വേർപിരിഞ്ഞവരൊക്കെ ഉണ്ട്. അങ്ങനെ പൊതുവായിട്ട് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുൻപോട്ട് പോകും. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഒരിക്കലും തകർക്കാനായിട്ട് പിശാചിന് പറ്റില്ല. ദൈവഭക്തിയാ നിറഞ്ഞ കുടുംബങ്ങള്, മാതാപിതാക്കളും മക്കളും അവര് നിലനിൽക്കും, ഉയർച്ച പ്രാപിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27:3 ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയില്ല, തീഷ്ണതയില്ല. അങ്ങനെയുള്ള ഭവനങ്ങൾ അതിവേഗം നശിക്കും. ദൈവഭക്തിയുള്ള കുടുംബം, പ്രാർത്ഥനയുള്ള കുടുംബം, വിശ്വാസ ജീവിതത്തിന് അടിയുറച്ച് മുൻപോട്ട് പോകുന്ന കുടുംബങ്ങള് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയും വചനവും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഖുദാശ ജീവിതം, വിശുദ്ധ കുർബാന, ഇത് ഇങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ആ കുടുംബത്തെ യേശുവിന് നയിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. കുടുംബത്തില് പ്രാർത്ഥന, വചനം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബ ബന്ധങ്ങളുടെ ആ തകർച്ചയുടെ പിന്നില് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന് സ്നേഹത്തിന്റെ ശൂന്യതയാണ്. മറ്റൊന്ന് സമ്പത്തായിരിക്കാം, അല്ലെ പല കാരണമുണ്ട്, വ്യത്യസ്തമായ പല കാരണങ്ങൾ. മദ്യപാനം, സംശയരോഗം, സാമ്പത്തിക തകർച്ച, ഭാര്യാഭർത്താക്കന്മാരുടെ തെറ്റായ ബന്ധങ്ങൾ, പല കാരണമുണ്ട് കുടുംബങ്ങൾ തകർന്നു പോകാൻ. ഏതു കാരണത്താൽ ഏത് കുടുംബം തകർന്നാലും ആ കുടുംബത്തെ വീണ്ടും വീണ്ടും പുനരുദ്ധരിക്കുവാൻ യേശുവിന് സാധിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ക്രൈസ്തവ കുടുംബത്തിന് ഏറ്റവും വലിയ മാതൃകയായിട്ട്
ഈശോയും മാതാവും ഔസേപ്പിതാവുമുള്ള തിരുക്കുടുംബമാണ്. അതിലെ ഓരോ വ്യക്തികളെ നമ്മൾ കാണുക. ആദ്യം ഔസേപ്പിതാവ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 19-ാം വചനം ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനമാണ്. ഔസേപ്പ് നീതിമാനായിരുന്നു. ഔസേപ്പ് നീതിമാനായിരുന്നു. ഒരു കുടുംബത്തിന്റെ നാഥൻ നീതിമാനായിരിക്കണം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു കുടുംബത്തിന്റെ നാഥൻ നീതിമാനായിരിക്കണം, നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം, സത്യസന്ധനായിരിക്കണം, മക്കൾക്ക് മാതൃകയുള്ള വ്യക്തിയായിരിക്കണം, നീതി വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാത്ത വ്യക്തിയായിരിക്കണം കുടുംബത്തിന്റെ നാഥൻ. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകത്തിൽ കുടുംബനാഥനുണ്ട്. കുടുംബനാഥന്മാര് ദൈവഭക്തിയില്ല, വിശ്വാസമില്ല, മദ്യപാനം, തോന്നിവാസ ജീവിതം, ആ കുടുംബം നശിച്ചു പോകും. ഔസേപ്പ് നീതിമാനായിരുന്നു, നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയാ. മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഔസേപ്പ് പിതാവ് ചിന്തിച്ചു, രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കാം. പരസ്യമായിട്ട് മറിയത്തിന് അപമാനമേൽക്കുവാനായിട്ട് നീതിമാനായ ജോസഫ് ആഗ്രഹിച്ചില്ല. നീതിമാനായ ജോസഫ് ചിന്തിച്ചതാ, മറിയത്തിന് സമൂഹത്തിൽ ഒരപമാനം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഇനി മറിയത്തിലേക്ക് വന്നേ. മറിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലൂക്കാസ് സുവിശേഷത്തില് 1:28 ദൈവദൂതൻ മറിയത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയുവാണ്, ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി, ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി. ജോസഫ് നീതിമാൻ, പരിശുദ്ധ മറിയം ദൈവ കൃപ നിറഞ്ഞവൾ. ദൈവ കൃപ നിറഞ്ഞ മറിയവും നീതിമാനായ ജോസഫും, മനോഹരമായൊരു കുടുംബം അവിടെ പടുത്തുയർത്തപ്പെടുകയാണ്. പിന്നെ ഈശോ ദൈവമാണ്. ഒരു കുടുംബത്തില് ഒരു പിതാവ് എങ്ങനെ ആയിരിക്കണം, ഒരു മാതാവ് എങ്ങനെ ആയിരിക്കണം, അമ്മമാരെങ്ങനെ ആയിരിക്കണം? കൃപ നിറഞ്ഞ അമ്മമാരായിരിക്കണം. കൃപ നിറഞ്ഞ ഒരമ്മ വീട്ടിലുണ്ടോ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരു കുടുംബത്തിന്റെ പിതാവ് നീതിമാനായിരിക്കണം, സത്യസന്ധനായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരപ്പൻ കുടുംബത്തിന് വേണ്ടി ബലിയായിട്ട് തീരേണ്ട വ്യക്തി തന്നെയാണ്. പലപ്പോഴും പല കുടുംബത്തിലെ അപ്പന്മാര് സിംഹത്തെ പോലെയാണ്. ഭരിക്കുക, ഭാര്യയെ ഭരിക്കുന്നു, മക്കളെ ഭരിക്കുന്നു, മക്കളെ വരച്ച വരെ നിർത്തുന്നു. എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൻ വരുന്നെന്ന് കേൾക്കുമ്പോൾ മക്കള് ഓടി മുറിക്കകത്ത് കയറും. പല കുടുംബത്തെയും അനുഭവങ്ങളാണ്. ചില കുടുംബത്തിലൊക്കെ മദ്യപിച്ചിട്ട് ഭർത്താക്കന്മാരെ വന്നിട്ട് ഭാര്യയെ തല്ലുന്നു, ചീത്ത വിളിക്കുന്നു, മക്കളെ ചീത്ത വിളിക്കുന്നു. എന്തെല്ലാം വിഷയങ്ങളാണ്. കുടുംബത്തില് മദ്യപാനം അരങ്ങേറുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികള് പിതാക്കന്മാര് ചെയ്താൽ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവത്തില്ല. കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ പറയും, ആദ്യം അപ്പൻ നന്നാകണം. എല്ലാവരും വീട്ടിൽ ഭാര്യയും അല്ലെ അമ്മമാരെ നന്നാക്കാൻ നടക്കുക. എല്ലാവരും ഭാര്യ നന്നാവട്ടെ, അവള് നന്നായ കുടുംബം നന്നാവും, അവള് നന്നായ എല്ലാം ശരിയാകും. ഞാൻ പറയും, ആദ്യം കുടുംബത്തിൽ നിന്നാണ് അപ്പൻ നന്നാണ്. ഒരു കുടുംബത്തിലെ അപ്പൻ നന്നായാൽ ആ അപ്പനിലൂടെയാണ് കുടുംബത്തിലേക്ക് ദൈവ കൃപയുടെ സമൃദ്ധി ഒഴുകുന്നത്. കാരണം വചനപ്രകാരം കുടുംബത്തിന്റെ നാഥൻ അപ്പന, അമ്മയല്ല. പുരുഷൻ സ്ത്രീയുടെ ശിരസാണെന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ നട്ടെല്ല് പുരുഷനാ, ഭർത്താവാ. ഇവിടെ ആദ്യം നന്നാകേണ്ടത് ഭർത്താക്കന്മാരാ, കെട്ടിയമാരാദ്യം നന്നാകേണ്ടത്. കുടുംബത്തിന്റെ നാഥൻ അപ്പൻ ആദ്യം ശരിയാകണം, അപ്പോൾ കുടുംബം ശരിയാകും. മക്കളെ നന്നാക്കുക, ഭാര്യ നന്നാക്കാനാണ് പലർക്കും ഇഷ്ടം. ആദ്യം സ്വയം ഒന്ന് നന്നാകണം. മദ്യപാനവും പാപത്തിന് വഴിയൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാവ്. മക്കൾക്ക് വേണ്ടി ഒന്ന് മുട്ട നിൽക്ക്. മക്കൾക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര അപ്പന്മാരുണ്ട്.
4 നേരം തിന്ന് വയറ് നിറയ്ക്കുന്ന ഒത്തിരി അപ്പന്മാരുണ്ട്. മക്കൾക്ക് വേണ്ടി മുട്ടയിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര അപ്പന്മാരെ കാണാനുണ്ട്. അങ്ങനെ ഒരപ്പൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയാൽ ആ കുടുംബത്തിലെ മക്കളെ ദൈവം അനുഗ്രഹിച്ചുയർത്തും. ഒരു കുടുംബം തകരുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണത്തിലേക്ക് ആദ്യം വരൽ ചൂണ്ടുന്നത് അപ്പന്റെ ജീവിതത്തിന്റെ മേല. ഹല്ലേലൂയ. അപ്പന്മാരെ പ്രാർത്ഥിക്കുന്നവരാകണം, ഉപവസിക്കുന്നവരാകണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. സാധിക്കുന്ന ദിവസം നമ്മുടെ വിസുർബാനയിൽ പോയി പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ഒരിക്കലും ഞാൻ ഒരു വിദേശ രാജ്യത്ത് ധ്യാനത്തിന് ശുശ്രൂഷിക്കുന്ന വലിയ ഒരു ഹൃദയസ്പർശ അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നത്. അവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നു. അവളും അവളുടെ ഭർത്താവും കുഞ്ഞുങ്ങളുണ്ട്, 3-4 കുഞ്ഞുങ്ങളും. എല്ലാവരും വന്നു എന്നോട് സംസാരിച്ചു. പത്തനംതിട്ടക്കാരാണ്. എന്നോട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ അപ്പൻ്റെ അമ്മയുടെയും കുടുംബത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചു. എന്നോട്, ബ്രദറെ, അപ്പച്ചനും അമ്മച്ചിയും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പച്ചന് ഇപ്പൊ 90 വയസ്സായി, അമ്മയ്ക്ക് 85 വയസ്സുണ്ട്. ഞങ്ങൾ 9 മക്കളാണ്. അവരുടെ കഥ കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ ചോദിച്ചു, വീട്ടിലെ കാര്യമൊക്കെ ചോദിച്ചു. എന്നോട് ചോദിച്ചു, ബ്രദറെ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരാമെന്ന് ചോദിച്ചു. എൻ്റെ സംഘാടകർ എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ആ വീടിന്റെ ഭിത്തിയിൽ ഒരു വലിയ ഒരു ഫോട്ടോ ഇങ്ങനെ ഇരിപ്പുണ്ട്, നീളത്തിലുള്ളൊരു ഫോട്ടോ. അതിൻ്റെ ഏറ്റവും മുകളിൽ അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോയാണ്, പ്രായമായ അപ്പനും അമ്മ. ബാക്കി 9 മക്കൾ അവരുടെ കുടുംബങ്ങളുടെ ഫോട്ടോ വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ആരാ? അതിൽ 3 പേര് അമേരിക്കയില്, 2 പേര് UK, എല്ലാവരും വിദേശത്താണ്. എല്ലാ മക്കളും വിദേശത്താണ്. ഞാൻ ചോദിച്ചു, അപ്പച്ചനും അമ്മച്ചിയൊക്കെയോ? അപ്പച്ചനും അമ്മച്ചി ഇപ്പോൾ വിദേശത്ത് അമേരിക്കയിലുള്ള മൂത്ത ആങ്ങളയുടെ കൂടിയാണ് അപ്പനും അമ്മച്ചി. എന്നിട്ട് അപ്പന്റെ ജീവിതം പറയുക. എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ അപ്പച്ചന്റെ 18ാമത്തെ വയസ്സിൽ അപ്പച്ചൻ വിവാഹം കഴിച്ചു. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ, കഷ്ടപ്പാടിന്റെ, പ്രയാസത്തിന്റെ ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ 9 മക്കൾ പിറന്നു. അപ്പച്ചനെ പഠിപ്പിക്കാൻ പോയി, കൂലിപ്പണിക്ക് പോകും. പക്ഷെ അപ്പച്ചൻ ഒരു കാര്യം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി വിസുർബാനയിൽ പങ്കെടുക്കും. ഒറ്റ ദിവസം കുർബാന മുടങ്ങത്തില്ല. വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഗുളിയൊക്കെ കഴിഞ്ഞ് വല്ലതും കഴിച്ചോണ്ട് മക്കളെല്ലാം വിളിച്ചെത്തി പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ. എന്നിട്ട് ഈ സഹോദരി പറയാണ്, ബ്രദറെ, എൻ്റെ അപ്പച്ചൻ ഞങ്ങൾ മക്കളെ ഇങ്ങനെ വട്ടത്തിലിരുത്തി ബൈബിളിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നിട്ട് ആ മക്കളോട് പറയും, മക്കളെ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട്, സമ്പാദിച്ചു തരാനായിട്ട് ഒന്നുമില്ല. നിങ്ങളെ കർത്താവ് ഉയർത്തും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അപ്പൻ പറഞ്ഞ വാക്യതാന്ന് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പോയി വിസ്തുർബാനയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഒക്കെ ചെറിയ വിലക്കൊക്കെ വിറ്റ മക്കളെയൊക്കെ പഠിപ്പിച്ചത്. മക്കൾ ഓരോരുത്തർ അമേരിക്കയിലും അതിലെല്ലാം പോയി എല്ലാവരും രക്ഷപ്പെട്ടു. അമേരിക്കയിലെ വലിയ ബിസിനസ്സുകാരാണ് മൂത്ത മക്കളൊക്കെ. വലിയ സമ്പന്നതയിലേക്ക് ആ 9 മക്കൾ ഉയർന്നു. ആ സഹോദരി എത്ര വാചാലമായിട്ടാണ് പറയുന്നത്. അപ്പൻ്റെ ആ ഒരു സ്നേഹവും. അപ്പൻ പറഞ്ഞു കൊടുത്തു, ഇതാ മക്കളെ, ഞാൻ എന്നും പോയി കുർബാനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബത്തിന്റെ അപ്പൻ ഇങ്ങനെ ആയാൽ ആ കുടുംബത്തിലെ മക്കളെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചുയർത്തും. ഇവിടെ മാറ്റമുണ്ടാകേണ്ടത് ആദ്യം ആർക്കാണ്? ഭാര്യക്കാണോ? അല്ല, ഞാൻ പറയും ഭർത്താവിനെ മാറ്റം ഉണ്ടാകേണ്ടത്. പ്രാർത്ഥിക്കുന്ന അപ്പന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും ഒക്കെ മക്കള് കാണട്ടെ. ഇത് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാകും, എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന അപ്പനാ. നന്നായിട്ട് ജീവിക്കണം. നമുക്ക് വേണ്ടെന്നേ മദ്യപാനവും പുകവലിയും പാപത്തിന്റെ വഴികളും ചീത്ത വിളിയും തോന്നിവാസം ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് കർത്താവിനോട് ചേർന്നുള്ള ജീവിതം വേണമെന്ന് ആദ്യമേ കുടുംബനാഥന്മാർ തീരുമാനിക്കണം. ഹല്ലേലൂയ. ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാര്യമാരും അമ്മമാരും പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. നിങ്ങളുടെ കൈവശം എപ്പോഴും ജപമാല ഉണ്ടായിരിക്കണം. ജപമാല ചൊല്ലി പരിശുദ്ധ മാതാവിന്റെ കൂട്ടുപിടിച്ചോ, നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. നിങ്ങളുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അമ്മമാരെ, വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. പല അമ്മമാരും കണ്ണുനീരോടെ വന്ന് പറയുന്നുണ്ട്, മക്കൾ വഴിവിട്ടു പോയിരിക്കുന്നു, വളർത്തി വലുതാക്കിയ പെൺമക്കൾ വിജാതിന്റെ കൂടെ പോയിരിക്കുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നല്ലേ? എന്തുപറ്റി അമ്മമാർക്ക്? പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. അമ്മമാരുടെ ഹൃദയത്തിനു ഒക്കെ വലിയ മാറ്റമുണ്ടാകണം. സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ അമ്മമാരൊക്കെ ഒന്ന് തയ്യാറാകണം. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ കോവിഡിന് മുൻപ് മാതാപിതാക്കന്മാര് മക്കളോട് പറയും, മക്കളെ മൊബൈൽ ഫോൺ എടുക്കരുത്, തുടരുന്ന് പറയും. കോവിഡ് മൂത്ത് കഴിഞ്ഞപ്പോഴോ പിള്ളേർക്കെല്ലാം മൊബൈൽ മേടിച്ചു കൊടുത്തല്ലേ? 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് വരെ മൊബൈൽ മേടിച്ചു കൊടുക്കേണ്ട ഗതികേടുണ്ടായി. ശരിയാണോ? ഇപ്പൊ എന്തു സംഭവിച്ചു? എല്ലാവരുടെ കയ്യിലും മൊബൈല്, ഇല്ലാത്തതൊന്നുമില്ല. അങ്ങനെ വന്ന് ഉള്ള ആധ്യാത്മികത മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പിശാച് അവന്റെ സകല പരിപാടികൾ ലോകത്തിൽ ഇണക്കിക്കൊണ്ടിരിക്കുക, മനുഷ്യരിലൂടെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ വചനമൊന്ന് കേൾക്കുവാൻ, ഈ വചന കൂടാരത്തില് വന്നിരുന്ന കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനായിട്ട് മനസ്സില്ല പലർക്കും. ഈ വചനത്തിന്റെ ശക്തിയോ ദൈവവചനയുടെ ശുശ്രൂഷയുടെ മഹത്വമോ ക്രൈസ്തവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ ആളായിരുന്നേ. എത്രയോ കുട്ടികള് മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാർ യേശുവിനെ കൊടുത്തില്ലെന്നുള്ള തെറ്റ് തന്നെയാണ്. പല കുടുംബത്തിലും അപ്പന്മാർക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ താല്പര്യമില്ല, ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യമില്ല. മദ്യപാനവും ലോകത്തിന്റെ വഴികളുമായിട്ട് അപ്പൻ ജീവിക്കുമ്പോൾ മക്കൾ എങ്ങനെയാ ദൈവത്തിലേക്ക് വരുന്നത്? ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിന്റെ തിക്ത ഫലങ്ങള് വരും കാലഘട്ടങ്ങളില് വലിയ ഒരു വിശ്വാസത്തിന്റെ ഒരു തകർച്ച തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മള് നല്ല തുക മുടക്കി വലിയ ദേവാലയങ്ങൾ പണിതിട്ടുണ്ട്, വലിയ ദേവാലയങ്ങൾ. ഇപ്പോൾ 50 അല്ലെ 60 വയസ്സുള്ള ഈ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് 10, 20, 25 കൊല്ലം കഴിയുമ്പോൾ അടുത്ത ഒരു ജനറേഷൻ, അതിന്റെ പിന്നത്തെ ഒരു ജനറേഷൻ ഈ ദേവാലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ എത്രമാത്രം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് ദേവാലയം പണിയുന്നു, ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു 10-60 വയസ്സിനൊക്കെ പ്രായമുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10, 15, 20, 25 വയസ്സുള്ള ഇന്നത്തെ യുവതിവാക്കന്മാർക്ക് എത്രമാത്രം ആധ്യാത്മികതയുണ്ട്, വചനത്തോട് ദാഹമുണ്ട്, പ്രാർത്ഥന താല്പര്യമുണ്ടെന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുന്നുള്ളതാ. ഇവിടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ പ്രാർത്ഥനയല്ലാതെ ഈ മക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മറ്റൊരു മാർഗവുമില്ല. അത് മാത്രമേ വഴിയുള്ളൂ. മാതാപിതാക്കന്മാരുടെ ഹൃദയം നിറങ്ങിയുള്ള പ്രാർത്ഥനയും കണ്ണുനീരുമല്ലാതെ ഈ മക്കളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ, വചനത്തിലേക്ക് നയിക്കുവാൻ മറ്റൊരു മാർഗങ്ങളുമില്ല. ഹല്ലേലൂയ. ഇവിടെ മാതാപിതാക്കന്മാര് ഹൃദയം പൊട്ടി ദൈവസന്നിധി കരയേണ്ടിയിരിക്കുന്നു, ഹൃദയം തുറുകി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വചനത്തിന് ആദ്യം സാക്ഷികളായിട്ട് മാറേണ്ടത് മാതാപിതാക്കന്മാർ തന്നെയാണ്. നമ്മൾ മക്കളെ മര്യാദ പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ മാതാപിതാക്കളെ ആര് മര്യാദ പഠിപ്പിക്കും? ഈ മാതാപിതാക്കന്മാര് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ മക്കളെ വചനത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വലിയ ഒരു മാറ്റമുണ്ടായില്ലെങ്കിൽ അപകടകരമായ ഒരവസ്ഥയിലാണ് യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്, ക്രൈസ്തവ കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിന്മയും അധാർമികതയും അശുദ്ധിയും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നു. എത്രയോ യുവാക്കന്മാരാണെന്നറിയാം ലഹരിക്കടിമ, ലഹരിയുടെ വിൽപ്പന, കഞ്ചാവിന്റെ വിൽപ്പന ഒക്കെ ആയിട്ട് എല്ലാ മേഖലകളിലും വിശ്വാസത്തിന്റെ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പിശാച് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അലർന്ന സിംഹത്തെ പോലെ ദൈവജനത്തെ ചിതറിക്കുവാൻ, സഭയെ ചിതറിക്കുവാനായിട്ട് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
ഇതിൽ നിന്ന് ഒരു മോചനം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും സഭയ്ക്കും ആവശ്യമുണ്ട്. ആ ദൈവജനം ഉണർന്ന് ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കണ്ണുനീരോടെ മുട്ടുമടക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കരമുയർത്തിയാൽ സ്വർഗം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. സഭയിൽ പുതിയ ഒരു ഉണർവ് ഉണ്ടാവും, പുതിയൊരു പെന്തക്കോസ്ത ഉണ്ടാവും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭിന്നത, ഇതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം വേണം, കുടുംബങ്ങളിലെ ഭിന്നത വിട്ടുപോകണം, ഇടവകളിൽ ഉള്ള ഭിന്നത വിട്ടുപോകണം, ഞങ്ങളുടെ സഭയിലുള്ള ഭിന്നത വിട്ടുപോകണം. വലിയ ഒരു ആത്മപ്രവാഹം, ഒരു പെന്തക്കോസ്ത അനുഭവം സഭയിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കണ്ണുനീരോടെ നൊമ്പരപ്പെട്ട് മാതാവിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അമ്മച്ചിയുടെ അനിയത്തി ഡൽഹിയിലാണ്. ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ അമ്മച്ചിയെ അങ്ങോട്ട് കൂട്ടിന് വിളിച്ചു. ഓപ്പറേഷൻ ആണ്, വരണം, മേലി വന്നാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയാണ് ഫ്ലൈറ്റിലൊക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അവിടെ കെട്ടിയ US ഗ്രീൻ കാർഡ് കിട്ടാത്തതുകൊണ്ട് വരാൻ പറ്റില്ല, നീ താൻ വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ പോവാന്ന് വിചാരിച്ച് ജീവൻ പറഞ്ഞു ഈശോയോട് പറഞ്ഞു, ഈശോ എന്നെ കൊണ്ടുപോകണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ചെന്ന് അവിടെ ഇറങ്ങിയപ്പോൾ ഒരു മലയാളി നേഴ്സിനെ കിട്ടി. അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വന്നതാണ്, ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറാനാണ്, അതുകൊണ്ട് എന്നെ അവിടെ എത്തിക്കണം, സുരക്ഷ എത്തിക്കണം. അപ്പോൾ പറഞ്ഞു സാറില്ല ഞാൻ വീട്ടിൽ നിന്ന് ആരും വന്നവരെ നോക്കിക്കാന്ന്. അപ്പോൾ അവളുടെ അവിടെ ഓഫീസിലെ ഡ്രൈവർ അയച്ചപ്പോൾ അയാൾ ഫോൺ ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അപ്പോൾ എന്നെ വീട്ടിലേക്ക് പോയുള്ളൂ. ഞാൻ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ വൻകുടൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സ്ലാപ്പർ അടിക്കണം അന്ന്. അപ്പോൾ ഇപ്പോൾ 3 കൊല്ലമായി ഇപ്പോൾ സ്ലാപ്പർ അടിക്കണം. അപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ സ്ലാപ്പർ ഊരിപ്പോൾ ബ്ലഡ് ബ്ലീഡിങ് ആയിട്ടേ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് വെപ്പാൻ വെച്ച് കൊടുത്തപ്പോൾ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകം അവളുടെ കൂട്ടുകാരത്തി എൻ്റെ തന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഈ രക്തത്തിൻ്റെ ലുത്തീനയുമുണ്ട്, പിന്നെ വചനങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ള വചനവും പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് അങ്ങനെ കുറേ നേരം സ്തുതിച്ച് ഫിലോമിനെ എന്നെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളതിന് ഞാൻ ഫിലോമിനെ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ നിമിഷം തന്നെ ഒരു ഇങ്ങനെ ബ്ലഡ് വന്നോണെങ്കിൽ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈശ്വര രക്തമാവല്ല, എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അവൾക്ക്. അങ്ങനെ ഡോക്ടർമാർ വന്നു ഇഞ്ചക്ഷൻ ഇടാനും ഒക്കെ ചെയ്തിട്ടും ബ്ലഡ് നിൽക്കണില്ല. എനിക്ക് അവൾ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ പറഞ്ഞു ഞാൻ മരിച്ചു പോകും, എൻ്റെ മോളുടെ സോക്കിലൊക്കെ വിറ്റിരിക്കുന്നുണ്ട്, അത് വരുമ്പോൾ കൊടുക്കണം. നമ്മൾ എനിക്കൊന്നും വരില്ല, നീ പേടിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കുന്നു, യേശു യേശുന്ന് വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ കിടന്ന് യേശു യേശുന്ന് വിളിച്ചോണ്ട് ഞാൻ ഈ ലുത്തീനയൊക്കെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്തുതിച്ച് എൻ്റെ കൂടെ വേറെ ഈ ബുക്ക് തന്ന കൊച്ചുകൊണ്ടായി. അപ്പോൾ ആ കൊച്ചും ഞങ്ങളോട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ക്ഷമം ആ ബ്ലഡ് ഇങ്ങനെ കണ്ട നിമിഷം തന്നെ വന്ന മോഷൻ പച്ച കളറായി. അപ്പോൾ തന്നെ പിന്നെ സുഖമായി, ഒരു മരുന്നുമില്ല, ഒരു കീമോ ഒന്നുമില്ലാതെ ഇന്നും 3 കൊല്ലമായി സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. ക്യാൻസറില്ല, കീമോ ഒന്നും വേണ്ടി. അപ്പോൾ ഇവിടെ നാട്ടിലൊന്നും ഇപ്പം നമ്മൾ കീമോ ഒന്നും ചെയ്യാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയില്ല, ഡോക്ടർ ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ 3 കൊല്ലമായി ഒന്നുമില്ല. ഇപ്പം കഴിഞ്ഞ മാസം വന്ന് ഡൽഹി വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ അമ്മയുടെ സഹോദരിക്കാണ് ക്യാൻസർ ഹീലായത്. ഈ പുസ്തകത്തിലെ പ്രത്യേകിച്ചതിനകത്ത് തിരുരക്തത്തിന്റെ ഒരു ലുത്തിനിയ ഉണ്ട്. അതുകൂടാതെ സൗഖ്യത്തിന്റെ ധാരാളം വചനങ്ങളുണ്ട്. അപ്പൊ ഇത് ഏറ്റുപറഞ്ഞ അമ്മ ഈ അനിയത്തിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമായിട്ട് സൗഖ്യം ലഭിക്കുകയാണ്. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.